പുനരധിവാസ പട്ടികയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. എല്ലാ ആശങ്കകളും പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വിവരങ്ങളുമായി കൽപ്പറ്റയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുജിത്, ഗുഡ് ഈവനിംഗ്. അങ്ങനെ പ്രതിഷേധക്കാർ ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ത് പറഞ്ഞാണ് മന്ത്രി അവരെ അനുനയിപ്പിച്ചത്? എന്തൊക്കെ ഉറപ്പുകളാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മന്ത്രി അവർക്ക് നൽകിയത്? സുർജിത്ത്, ഇന്ന് രാവിലെ മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആരംഭിച്ചത്. ഇന്ന് രാവിലെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർ എത്തിച്ചേർന്നത്. ഇതേ തുടർന്ന് അവർ ഉപരോധമാണ് സംഘടിപ്പിച്ചത്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളാണ്. ഒന്ന്, ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം. മറ്റൊന്ന്, ഇവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടുകൾ 1000 സ്ക്വയർ ഫീറ്റിലും 10 സെന്റിലും വേണമെന്നുള്ള ആവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 7 സെന്റ് എന്നുള്ള തരത്തിലാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് 10 സെന്റ് തന്നെ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ പടവട്ടിക്കുന്ന് വില്ലേജ് റോഡ്, ചൂരൽമലയ്ക്ക് അടുത്തുള്ള മറ്റ് റാട്ടപ്പാടി, മുണ്ടക്കൈപ്പാടി, അട്ടമല അടക്കമുള്ള ഈ പ്രദേശങ്ങളെ കൂടി ഈ ദുരന്തബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടി പുനരധിവാസം നൽകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. ആ ആവശ്യം, ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഇവർ സർക്കാരിന് മുമ്പാകെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. റവന്യൂ മന്ത്രി ഇന്ന് വിശദമായ രീതിയിൽ തന്നെ മാധ്യമങ്ങളുമായി സംസാരിച്ചു. ഈ ഘട്ടത്തിലെല്ലാം അദ്ദേഹം സമരത്തെ തള്ളിപ്പറയുന്ന നിലപാടല്ല സ്വീകരിച്ചത്. ഈ സമരം സ്വാഭാവികമാണ്, പക്ഷേ അതിനകത്ത് എല്ലാവരെയും കേൾക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാർ ആ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് റവന്യൂ മന്ത്രി പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയാണ് ഈ എസ്റ്റേറ്റ് ഏറ്റെടുത്തത്. 25 എസ്റ്റേറ്റ് ജോൺ മത്തായി കമ്മീഷൻ പോയി കണ്ടതാണ്. ഇതിൽ നിന്നും 2 എസ്റ്റേറ്റുകളെയാണ് തെരഞ്ഞെടുത്തത്. അതിൽ ആദ്യഘട്ടത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് പുനരധിവാസ നടപടികൾ നടപ്പിലാക്കുക. വേഗത്തിൽ തന്നെ തറക്കല്ലിടലടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ചൂരൽമല ടൗണിൽ റീഡിസൈൻ ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാവും നടക്കുക. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പട്ടിക എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസമാണ്. ഒരാളെയും തള്ളിപ്പറയില്ല. എന്തായാലും ഇതുമായി നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നുള്ള കാര്യം റവന്യൂ മന്ത്രി പറയുകയുണ്ടായി. ഇതിനു ശേഷമാണ് കളക്ടറേറ്റിലെത്തിയ മന്ത്രിയുമായി സമരസമിതി ആക്ഷൻ കൗൺസിലിന്റെ നേതാക്കൾ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ അനുഭാവപൂർവമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റിക്ക് ലഭ്യമായ ഉറപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട അപാകതകൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ആ നടപടിക്രമങ്ങളൊക്കെ വേഗം പൂർത്തിയാക്കണമെന്നേ നമുക്കും പറയാനുള്ളൂ, അല്ലേ? അത് മാത്രമേ പറയാനുള്ളൂ.